സരിതയുടെ ഫോൺ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തുവെന്ന് മുൻ തൃശൂർ റേഞ്ച് IG TJ ജോസ് സോളാർ കമ്മീഷനിൽ. കമ്മീഷൻ മുമ്പാകെ സരിത ഇന്നും ഹാജരായില്ല. മറ്റന്നാൾ നിർബന്ധമായും ഹാജരാകണമെന്ന് സരിതയുടെ കമ്മീഷൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് IG ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, നിലവിൽ ഹോംഗാർഡ് IG ആയിരുന്ന TJ ജോസിനെയാണ് TJ ജോസിനെയാണ് കമ്മീഷൻ വിസ്തരിച്ചത്. 2013-2014 കാലയളവിൽ TJ ജോസ് അന്ന് SCRB IG ആയിരുന്നു. അക്കാലയളവിലാണ് ഇത് സംബന്ധിച്ച ആരോപണം വന്നത്. അതായത് 2013 ജൂൺ 15-19 തീയതികളിലെ സരിതയുടെ ഫോൺ രേഖ IG TJ ജോസഫ് ചോർത്തുകയും പിന്നീട് നഷ്ടപ്പെടുത്തുകയും ചെയ്തതായി ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ടുണ്ട്. അത് പരിശോധിച്ചില്ലെന്ന് അന്ന് LDF ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചാണ് കമ്മീഷൻ പ്രധാനമായും ചോദിച്ചത്. ആ സാഹചര്യം സംബന്ധിച്ച IG ഇന്ന് കമ്മീഷനോട് പറയുകയുണ്ടായി. അതായത് അക്കാലത്ത് അന്ന് മന്ത്രിമാർക്കെതിരെ ഫേസ്ബുക്കിലും മറ്റും നിരവധി പരാമർശങ്ങൾ വന്നിരുന്നു. സരിതയുമായി ചേർത്തായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നത്. ഇത് സംബന്ധിച്ച് സൈബർ പോലീസിന് ഒരു പരാതി ലഭിച്ചിരുന്നു. അത് അന്വേഷിക്കവേ 4 ടെലിഫോൺ നമ്പറുകൾ കിട്ടുകയുണ്ടായി. അതിന്റെ ഡീറ്റെയിൽ അന്ന് അതിന്റെ സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പിന്നീട് സൈബർ സ്റ്റേഷന്റെ കമ്പ്യൂട്ടറിൽ ഇമെയിലായി ലഭിക്കുകയും ചെയ്തു. അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ആ നമ്പറുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അത് ഡിലീറ്റ് ചെയ്തു എന്നാണ് IG വിശദീകരിച്ചിരിക്കുന്നത്. അതാണ് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും IG TJ ജോസ് കൃത്യമായ ഉത്തരം പറയാൻ തയ്യാറായില്ല. ഈ ഒരു ആവശ്യത്തിലേക്കായാണ് അന്ന് ആ നമ്പറുകൾ എടുക്കുകയും അത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും എന്നാൽ പിന്നീട് ഇതുമായി ബന്ധമില്ല എന്ന് കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് ADGP അന്വേഷണം നടത്തിയത് സംബന്ധിച്ചും പിന്നീട് റിപ്പോർട്ട് സമർപ്പിച്ചതുമെല്ലാം IG TJ ജോസിനോട് കമ്മീഷൻ ചോദിക്കുകയുണ്ടായി. എന്നാൽ അത് സംബന്ധിച്ച് തനിക്ക് ഔദ്യോഗികമായുള്ള അറിവോ ഒന്നുമില്ല, പത്രവാർത്ത അറിയിച്ചതായി മാത്രമേ പത്രത്തിലൂടെ അറിഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ എന്നാണ് IG TJ ജോസ് പറഞ്ഞത്. TJ ജോസിനെ പിന്നീട് ലോയേഴ്സ് യൂണിയന്റെയും അതുപോലെ സർക്കാർ അഭിഭാഷകനും വിസ്തരിക്കുകയുണ്ടായി. സർക്കാർ അഭിഭാഷകൻ വിസ്തരിച്ചപ്പോഴും ഇക്കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ഈ ഒരു ആവശ്യത്തിലേക്കായാണ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. അന്ന് ഈ നമ്പർ എടുക്കുന്നതിന് മുൻപ് അത് ആരുടെയാണെന്ന് അറിവില്ലായിരുന്നു. എന്നാൽ പിന്നീട് അത് ലക്ഷ്മി നായരുടേതാണ് എന്ന് പിന്നീട് മനസ്സിലാക്കി എന്നും TJ ജോസ് പറയുകയുണ്ടായി. അത്തരത്തിൽ ആ നമ്പറുകൾ ഏതൊക്കെയാണെന്നും TJ ജോസ് ഇന്ന് കമ്മീഷൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അത് TJ ജോസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ആ രേഖകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം IG സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് TJ ജോസിനെതിരെ വന്ന പല പത്രവാർത്തകളും വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം TJ ജോസ് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം ഇന്ന് സരിത നായർ ഇന്ന് സോളാർ കമ്മീഷൻ ഹാജരായില്ല. ഇന്ന് ഹാജരാകണമെന്ന് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അസുഖം കാരണം 2 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണം എന്ന ആവശ്യം സരിതയുടെ അഭിഭാഷകൻ ഉന്നയിക്കുകയായിരുന്നു. ഇത് സംശയത്തിനിടയാക്കുന്നു എന്ന് ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകൻ പറയുകയുണ്ടായി. സരിത കൃത്രിമമായ തെളിവുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അവധി ചോദിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതേസമയം സരിതയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടു. ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷം ഈ മാസം 24-ന് അതായത് മറ്റന്നാൾ സരിതയോട് നിർബന്ധമായും സോളാർ കമ്മീഷനിൽ ഹാജരാകണമെന്ന് കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. അല്ലാത്ത പക്ഷം അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. JNUവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത വിദ്യാർത്ഥികൾ പോലീസിന് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ എന്ത് മാർഗവും സ്വീകരിക്കുമെന്ന് DGP BS ബസി പറഞ്ഞു. പോലീസിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് അധ്യാപകർ. ഒളിവിൽ പോയ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, അശുതോഷ് കുമാർ, ആനന്ദ് പ്രകാശ് നാരായണ, ഐശ്വര്യ അധികാരി, ശ്വേതാരാജ് എന്നിവരാണ് ക്യാമ്പസിലെത്തിയിരിക്കുന്നത്. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ഇപ്പോൾ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. അധ്യാപക സംഘടനാ പ്രതിനിധികളും VCയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കരുത് എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുകയും ചെയ്തത്. മാത്രമല്ല വിവിധ വ്യാജ വീഡിയോകളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം പോലീസ് ചുമത്തുകയും
ചെയ്തിരുന്നത്. എന്നാൽ ഈ വീഡിയോകളെല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ കേസുകളെല്ലാം ഒഴിവാക്കണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഉമർ ഖാലിദൊപ്പം അനിബാൻ ഭട്ടാചാര്യ, ആനന്ദ്, അശുതോഷ്, DC സെക്രട്ടറി കൂടിയായ രാമനാഗ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ ക്രിമിനൽ കേസുകൾ ഒഴിവാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി ഇതിനുശേഷം വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ തങ്ങൾക്കും മറ്റു വഴികൾ തേടേണ്ടി വരും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് ക്യാമ്പസിനകത്ത് കയറിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം VCക്കും മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യത്തിൽ പോലീസ് അകത്ത് കയറി മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിയും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ദില്ലി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. It is up to the JNU administration to take the proper course. As far as the cases against the students are concerned, these are concocted cases on the basis of manufactured evidence. And the way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. No police commissioner can act in the way that he has done. പൊരുതുന്ന JNUവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫാസിസത്തിനെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ മാനവ പ്രതിരോധം സംഘടിപ്പിച്ചു. JNU പൂർവ്വ വിദ്യാർത്ഥിയും നടിയുമായ സജിത മഠത്തിൽ മാനവ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു. പൊരുതും JNU പടരും നാടാകെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഗാന്ധിജിയെ വധിച്ച ദിവസം ലഡ്ഡു വിതരണം ചെയ്തതും ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം ബലിദാന ദിനമായി ആചരിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമായി കാണാത്തവരാണ് അവരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതെന്ന് പ്രതിരോധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സജിത മഠത്തിൽ പറഞ്ഞു. പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാത്ത സംവാദത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ രാജ്യദ്രോഹികളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ചുമത്തിയ അതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെ ചുമത്തുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. രാജ്യദ്രോഹം അളക്കുന്ന പുതിയ ഉപകരണം RSS കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാണ് ദേശസ്നേഹി, ആരാണ് രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്നത്. BJPക്കും RSSനും നരേന്ദ്രമോദിക്കുമെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ DYFIക്കാർ എല്ലാവരും രാജ്യദ്രോഹികളാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് KS അരുൺകുമാർ, സെക്രട്ടറി സതീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ദില്ലിയിലെത്തി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കുമെന്നല്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി പ്രത്യേകം ചർച്ച നടത്തി. വൈകിട്ട് 7:30 3 നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച നടത്തും. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ദില്ലി ചർച്ച ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിനെ ആരു നയിക്കും, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ബാർ കേസിലും സോളാർ കേസിലും പ്രതിച്ഛായ നഷ്ടമായ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് VM സുധീരൻ. സാമുദായിക പരിഗണന തിരിച്ചടിയാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രചാരണത്തിൽ സജീവമായാലും നയിക്കുന്നത് ചാണ്ടിയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പ് എതിർക്കുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമെങ്കിലും ഇതിനെ നേതൃത്വത്തിലെ എല്ലാവരും മത്സരിക്കണമെന്ന വ്യാഖ്യാനമായി കരുതേണ്ടതില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് നീക്കുക, അതാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നിലപാട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ തമ്പാനൂർ രവി, ബെന്നി ബേനാൻ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെയാണ് സുധീരനും ചെന്നിത്തലയും ലക്ഷ്യമിടുന്നത്. ഇത് കനത്ത ക്ഷീണമുണ്ടാക്കുമെന്നതിനാൽ ഉമ്മൻചാണ്ടി അംഗീകരിക്കില്ല. അതേസമയം പിന്തുണ തേടി രാവിലെ 9 മണിയോടെ ഉമ്മൻചാണ്ടി AK ആന്റണിയുടെ വസതിയിലെത്തി കണ്ടു.
കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. അതിനുശേഷം VM സുധീരനും രമേശ് ചെന്നിത്തലയും പ്രത്യേകം ആന്റണിയെ കണ്ട് പ്രശ്നങ്ങൾ അറിയിച്ചു. സോണിയാഗാന്ധിയുമായി രാത്രി 7 മണിക്കാണ് ചർച്ച. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദ്, AK ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും എന്ന അവ്യക്തത ഇപ്പോഴും KPCCക്കുള്ളിൽ തുടരുന്നു. എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടതില്ല എന്ന നിലപാടിലാണ് VM സുധീരനുള്ളത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷം. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്തെത്തി. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് മാറി നിൽക്കണമെന്നാണ് ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ച ആളാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കണം. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ വരണമല്ല. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയോട് കൂറും അചഞ്ചലമായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറഞ്ഞ ഒരു പാർട്ടി മെൻ്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയോട് കൂറുപുലർത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി ഉയർന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. വ്യാഴാഴ്ച റെയിൽ ബജറ്റും തിങ്കളാഴ്ച പൊതുബജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാറുടമ ബിജു രമേശിൽ നിന്ന് മന്ത്രി K ബാബു കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി ഏപ്രിൽ 23-ന് പരിഗണിക്കും. മന്ത്രി പണം വാങ്ങിയെന്ന പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളത്തിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന റിപ്പോർട്ടാണ് വിജിലൻസ് ഫെബ്രുവരി 8-ന് കോടതിയിൽ സമർപ്പിച്ചത്. മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള വിജിലൻസ് കോടതി ഉത്തരവിൽ ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഏപ്രിലിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം നടക്കുകയാണ്. ആദിവാസികൾക്കുള്ള ഭൂമി വിതരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിവരങ്ങളുമായി അനൂപ് KR ചേർന്നുണ്ട്. അനൂപ്, വിശദാംശങ്ങൾ. സൗമ്യ, ഭൂവിതരണത്തിലും മറ്റ് ആദിവാസി ക്ഷേമ പദ്ധതികളിലും ആദിവാസികളുടെ സർക്കാർ പ്രവർത്തന വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സമരം തുടരുന്നത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്.
12 മണിയോടുകൂടി സമരം CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അവർ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ 4.5 വർഷം ഉറങ്ങുകയായിരുന്നുവെന്നും ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് ആദിവാസികൾക്കായി ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണെന്നും ഈ പ്രഖ്യാപനങ്ങളോടെ വീണ്ടും ആദിവാസികളെ വഞ്ചിക്കുകയാണെന്നും പറഞ്ഞു. ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകാൻ ആവശ്യമായ മുഴുവൻ പേർക്കും ഭൂമി നൽകാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണെന്നും അവർ പറഞ്ഞു. AKS ഉയർത്തുന്ന പ്രധാന ആവശ്യങ്ങൾ ഇതാണ്: ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകുക, വനാവകാശ നിയമം ഭേദഗതി ചെയ്ത് വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭൂമി നൽകുക, ഭൂമിയുള്ള ആദിവാസികൾക്ക് കൃഷിയെടുക്കാൻ സർക്കാർ സഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് AKS ഉന്നയിക്കുന്ന വിഷയങ്ങൾ. ആദിവാസികളുടെ ക്ഷേമത്തിനായി ആദിവാസി ഭൂവിതരണത്തിനായി കഴിഞ്ഞ LDF സർക്കാർ 50 കോടി രൂപ വിനിയോഗിച്ചിരുന്നു. എന്നാൽ ഈ തുക കാര്യക്ഷമമായി ഉപയോഗിക്കാൻ നിലവിലെ ഗവൺമെന്റിന് സാധിച്ചില്ല. ഇതുകൂടാതെ തന്നെ ജില്ലയിൽ 19ഓളം കേന്ദ്രങ്ങളിൽ ആദിവാസി ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനോ ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഒതുക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ സർക്കാർ നടത്തിയിട്ടില്ല. സാഹചര്യത്തിലെല്ലാമാണ് AKS ഉപരോധ സമരമായി വീണ്ടും രംഗത്തെത്തിയത്. ഏതായാലും നിലവിൽ കളക്ടറേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയ 100 കണക്കിന് ആദിവാസികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി തലസ്ഥാന നഗരം ഒരുങ്ങി. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. പൊങ്കാലയെ ഹരിതമാക്കാനുള്ള അവസാനവട്ട മിനുക്കുപടികളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയിൽ മുങ്ങി ലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി തലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്നതാണ് വസ്തുത. നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകരുന്ന അഗ്നി ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ പകരുന്നതോടെ നഗരത്തെ യാഗശാലയാക്കി മാറ്റി പൊങ്കാലയാരംഭിക്കും. ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യം. ഇതിനായി 250-ൽ പരം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ തലസ്ഥാന നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാലയടുപ്പുകളാൽ നിറഞ്ഞുകഴിഞ്ഞു. പൊങ്കാലയെ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിതമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ഇതിനായി നഗരസഭ നേരിട്ട് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ശേഖരിച്ച് സംഘടനകൾക്ക് കൈമാറി. പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 2000-ഓളം തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. നിരവധി സ്ക്വാഡുകളായി തിരിച്ച് പൊങ്കാല കഴിഞ്ഞ് 3-4 മണിക്കൂറുകൾക്കകം തന്നെ നഗരം മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്പ്രേയിങ്ങും ഫോഗിംഗ് അടക്കമുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കായി ഷാഡോ അംഗങ്ങൾ ഉൾപ്പെടെ 4000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള ഷാഡോ പോലീസും എത്തുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തി. റെയിൽവേയും KSRTCയും ഭക്തർക്കായി പ്രത്യേക സർവീസും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെഡ്ന ജി കപ്പ് ഉക്രൈൻ ക്ലബായ FC നിപ്രോയ്ക്ക് ബ്രസീലിയൻ ക്ലബ് അത്ലറ്റിക്കോ ഫെറാൻസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് നിപ്രോ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലധികം കാണികളെ സാക്ഷി നിർത്തിയാണ് ഉക്രൈൻ ടീമായ FC നിപ്രോ നാഗ്ജി കപ്പിൽ മുത്തമിട്ടത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു FC നിപ്രോ ബ്രസീൽ ക്ലബായ അത്ലറ്റിക്കോ പരാനൻസിനെ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലുടനീളം ആക്രമണോത്സുക കളി പുറത്തെടുത്ത നിപ്രോ കലാശ പോരാട്ടത്തിലും കാണികളെ നിരാശരാക്കിയില്ല. 39-ാം മിനിറ്റിൽ ഇഹോർ കോഗട്ട് നിപ്രോയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി. ഗോൾ മടക്കാൻ ബ്രസീൽ ടീം ശ്രമിച്ചെങ്കിലും നിപ്രോയുടെ പിഴവറ്റ പ്രതിരോധത്തിനു മുന്നിൽ ശ്രമങ്ങളെല്ലാം വിഫലമായി. 61-ാം മിനിറ്റിൽ ഡെനീസ് ബലാൻഡുക്ക നിപ്രോയുടെ 2ാം ഗോൾ നേടി. 85-ാം മിനിറ്റിൽ യൂറിൻ വാക്കുൾക്കോയുടെ ഗോളിലൂടെ നിപ്രോ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് നിപ്രോ ചാമ്പ്യന്മാരായത്. സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചാമ്പ്യന്മാർക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.